ഞാനൊരു വാഹനം വാങ്ങുമ്പോൾ റെഡി ക്യാഷ് ആയി പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 1,00,000 രൂപയും, അതല്ല ഘട്ടം ഘട്ടമായി ഇൻസ്റ്റാൾമെന്റ് ആയി ആ പണം അടക്കുകയാണെങ്കിൽ 1,50,000 രൂപയും ആകുന്നുണ്ടെങ്കിൽ അവിടെ പലിശ വരുന്നുണ്ടോ? ആ ഇടപാട് സ്വഹീഹാണോ എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ചോദ്യം. വല്ലാത്ത ചോദ്യത്തിന് മറുപടി പറയാം. റൊക്കമായി വാങ്ങുന്ന വിലയേക്കാൾ അവധി നിശ്ചയിച്ചുകൊണ്ട് ഗഡുക്കളായി അടക്കുന്ന വില കൂടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ഇടപാട് സ്വഹീഹാകാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ പലിശ വന്നു ചേരുകയോ ചെയ്യുന്നില്ല. ഷാഫി കർമ്മശാസ്ത്രത്തിലെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ, കിതാബിന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഹാലായ സമനും മുഅജ്ജലായ സമനും ഒരുപോലെയാകണമെന്ന് ഷാഫിഈ മദ്ഹബിൽ നിബന്ധനയില്ല. അതുകൊണ്ട് നേരത്തെ പറയപ്പെട്ട നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് വില നിശ്ചയിക്കുകയും കാലാവധി നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗഡുക്കളായി അടക്കുന്ന വില കൂടിയാലും അവിടെ പലിശ വരുന്നില്ല എന്നുള്ളതാണ് ഷാഫിഈ മദ്ഹബ്. അടുത്ത ചോദ്യവുമായി വീണ്ടും കാണാം.